വയനാടൻ പൈതൃക നെൽവിത്ത് ഒരു കേടും കൂടാതെ രാമേട്ടൻ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ ഞങ്ങളും സംരക്ഷിച്ച് ഈ നാടിന് സംഭാവന ചെയ്യുന്നതാണ്. പ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ. നിലം നികത്തി ഇപ്പം ഇവിടെ നികത്തിയിട്ട് 10-15 നില കെട്ടിടമുണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കുന്നു. എവിടെയാണ് നികത്തുന്നത്? നിലമാണ് അല്ലേ? ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരാൾ ചിന്തിക്കുന്നു ഞാനങ്ങനെ നിലം നികത്താൻ കഴിയില്ല. എൻ്റെ മണ്ണ് എനിക്ക് ഭക്ഷണത്തിനാവശ്യമായ ധാന്യങ്ങളവിടെ വിളയിച്ചെടുത്ത് സ്വന്തമായി ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പണമുണ്ടാക്കാൻ ആളുകളുമുണ്ട്. ഇപ്പം നമ്മൾ ലഹരിയെ പറ്റി പറഞ്ഞില്ലേ? അപ്പോൾ ആ ഭീമനായ ആൾ കിടന്നിട്ട് എന്താ പറയുന്നത്? എനിക്ക് ലഹരി വിറ്റ് കുറേ കാശുണ്ടാക്കി അങ്ങനെ ദൂർത്തടിച്ച് 10 ദിവസമാണെങ്കിൽ 10 ദിവസം അന്തസ്സായി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ലഹരിക്കാരൻ കാണിച്ചെന്നല്ലേ? നമ്മളങ്ങനെയാണോ കാണേണ്ടത്? അല്ല, നമ്മൾ കാണേണ്ടത് ഇനി 10 അല്ല, ഇനി 100 ദിവസമാണെങ്കിലും അത് ആരോഗ്യപരമായി ജീവിച്ച് എല്ലാവർക്കും വിനയത്തോടെ വണക്കത്തോടെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും അങ്ങനെ വളരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ 80% വിളവിലാണ്. അങ്ങനെ ഒരുപാട് വിത്തുകളുണ്ട് നമുക്ക്. കാരണം ഏതാണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം ഒട്ടനവധി കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, ഒട്ടനവധി പഴവർഗ്ഗങ്ങളുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അതുകൂടാണ്ട് പിന്നെ നമുക്ക് റാഗി, മുത്താറി എന്ന് പറയുന്ന സാധനമുണ്ട്, വരക് എന്ന് പറയുന്ന സാധനമുണ്ട്, തെരയുണ്ട്, ചാമയുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. മറ്റൊരു സംസ്ഥാനത്ത് അത്രയും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കേരളത്തിൽ അത്രമാത്രം സാധനങ്ങൾ നമുക്ക് തിന്നാനുണ്ട്. ചക്ക, മാങ്ങപ്പഴം, ഇങ്ങനെ തേങ്ങയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു തീരാത്ത വസ്തു നമ്മൾ കേരളത്തിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യണം. അതുകൊണ്ട് വിദ്യാഭ്യാസം പാഠപുസ്തകത്തിലുള്ള അറിവ് മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് നാട്ടറിവ്, കാട്ടറിവ് പഠിക്കണ്ടേ? ശുദ്ധജലം, നമ്മുടെ ശുദ്ധജലത്തിൽ എന്തെല്ലാം മത്സ്യങ്ങളുണ്ട്, കാട്ടിൽ എന്തെല്ലാം മൃഗമുണ്ട്, എന്തെല്ലാം പക്ഷികളുണ്ട്, എന്തെല്ലാം പഴങ്ങളുണ്ട്, ഇതൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതൊക്കെ നമ്മളൊരു കുശലാന്വേഷണം നടത്തണം എനിക്കാണ് തോന്നുന്നത്. ഇല്ലേ? പോരെ? ഇനി എന്ത് കേട്ടാ? ഉണ്ടാവാൻ വഴിയില്ല. പറഞ്ഞോ. എന്തോ മതി, ജൈവവളം മാത്രം മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വേണ്ട. നല്ലോണം ചാണകം, അതായത് രാസവളം. ഈ കന്നുകാലികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന തീറ്റുണ്ടല്ലോ, അതായത് ആ തീറ്റയ്ക്ക് അല്ലാതെ സാധാരണ പുല്ലും വെള്ളവും മാത്രം കുടിച്ച് ജീവിക്കുന്ന പശുവിൻ്റെ ചാണകം സൂപ്പറാണത്. മനസ്സിലായില്ലേ? അതിൽ കെമിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചാണകം മണ്ണിന് അനുയോജ്യവുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ മണ്ണിന് അനുയോജ്യമായ വളം ഇടുമ്പോൾ അല്ലെങ്കിൽ ചാണകം ചപ്പിടുമ്പോൾ നമ്മളെ മണ്ണ് സന്തോഷം ആയിട്ട് സ്വീകരിക്കുക മണ്ണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുണ്ടാക്കുന്ന വിളവും സ്വീകരിച്ച് നന്നായിട്ട് വളരും. നമുക്ക് പ്രകൃതിക്കോ അല്ലെങ്കിൽ മറ്റുള്ള അടുത്തുള്ള അയൽവാസിക്കോ മറ്റുള്ളവരുടെ വയലിലേക്കോ നമ്മൾ വെള്ളം കൊണ്ട് ഒരു ദോഷം അവർക്ക് സംഭവിക്കാതെ അവർക്കും സന്തോഷമായിരിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. പിന്നെ എന്തോ ഒരുപാടുണ്ട്, ഒത്തിരി കാറുണ്ട്. അത് കാരണം നമ്മുടെ കൃഷിയും നമ്മുടെ രാജ്യത്തിലെ നെല്ലും നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് എന്തെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. മനസ്സിലല്ലേ? നമ്മൾ സർക്കാരാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റും ശരി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണെങ്കിൽ അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് വിറ്റ് കൃഷിക്കാരെ എങ്ങനെ സഹായിക്കണം എന്ന് കാണേണ്ടത് സർക്കാരാണ്, നമ്മളല്ല. കാരണം എന്തുകൊണ്ട് സർക്കാർ എന്ന് പറഞ്ഞു? അതിനാണ്, അവർക്കാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുള്ള. നമുക്ക് ഒരു കർഷകന് ചെയ്യാൻ കഴിയില്ല.
മനസ്സിലായി. അപ്പോൾ ഗവൺമെൻറ്റാണ് ഇതിനെല്ലാം സഹായം തരേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റും നമ്മളെ സാധനങ്ങൾ മറ്റ് രാജ്യക്കാർക്ക് ആവശ്യമുണ്ട്. കറുത്ത പൊന്ന്, സ്വർണം എന്ന് പറയുന്ന കുരുമുളക്, അത് എല്ലാ രാജ്യക്കാർക്കും നമുക്ക് ആവശ്യമുണ്ട്. അത് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ് തമ്മിൽ ഒരു കരാറും ധാരണയും ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മളെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഏത് ഈ കൃഷി രീതിയോ അല്ല, അത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വയനാട്ടിലൊരു പരമ്പരാഗത കർഷകരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർ എന്നാണോ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതലാണ് ഈ കൃഷിപ്പാടം തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് ആ കൃഷിപ്പാടം ഇങ്ങനെ അനുകരിച്ച് അമ്മാവൻ്റെയും അങ്ങനെ പഴമക്കാരിൽ നിന്ന് പഠിച്ചാണ് ഞാനും കൃഷിയിലേക്ക് എത്തിയത്. അങ്ങനെ 10 വയസ്സ് മുതൽ ഞാൻ കൃഷിപ്പാടം തുടങ്ങി. അന്ന് LKG UKG എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ കൊച്ചുനാളിൽ LKG UKG എന്ന് പറയുന്നത് പാടത്തും പറമ്പിലുമാണ്. കാരണം പക്ഷിനെ ഓടിക്കാൻ വേണ്ടി അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ പോയിട്ടാണ് ഞങ്ങൾ പറമ്പിലും പാടത്ത് നിൽക്കുക. അന്ന് LKG UKG അംഗൻവാടിയും അതൊക്കെയാണ്. അങ്ങനെ അവിടെ പോയി നിന്ന് അച്ഛനും അമ്മയും ചെയ്യുന്ന ജോലി കണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഇന്ന് നിങ്ങൾ അങ്ങനല്ലല്ലോ. ഇന്ന് എല്ലാവരും എന്താ പറയുക, ഇന്ന് ബ്രിട്ടീഷിൻ്റെ മക്കളായി മാറുകയാണ് നിങ്ങൾ. ബ്രിട്ടീഷിൻ്റെ മക്കൾ, അതായത് ഇംഗ്ലീഷ് പഠിച്ച് അല്ലേ, ഇംഗ്ലീഷിൽ പഠിക്കല്ലേ ഇപ്പം ബ്രിട്ടീഷിൻ്റെ മക്കളല്ലേ ഇവരൊക്കെ. അതെ, കേരളത്തിൻ്റെ മക്കളല്ല നിങ്ങളൊന്നും, നിങ്ങളൊക്കെ ബ്രിട്ടീഷിൻ്റെ മക്കളാണ്. അതെ, അത് അങ്ങനെ അവരുടെ ഭിത്തി പിടുത്തം ഇപ്പോഴും ഉണ്ട്. ആരുടെ? ബ്രിട്ടീഷിൻ്റെ. അതാണ് നിങ്ങളും ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്. പപ്പ, മമ്മി, ഡാഡി അല്ലേ, അച്ഛൻ അമ്മ എന്നൊക്കെ പോയില്ലേ, പോയി. അച്ഛനെന്ന് വിളിക്കുക, അമ്മയെന്ന് വിളിക്കുക, ഏട്ടനെന്ന് വിളിക്കുക, സഹോദരൻ എന്ന് വിളിക്കുക, അതൊക്കെ പോയി. ഇപ്പോൾ പപ്പി, മമ്മി, ഡാഡി, മമ്മിയും ഡാഡിയിൽ വീട്ടിലില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ പാട്ട് പാടുന്നത്. ഞാനല്ലല്ലോ അത് പാടിയത്, ഞാൻ പാടിയതല്ലല്ലോ. ഞാൻ പാടിയതാണെങ്കിൽ എന്നെ പറയാൻ പറ്റില്ല, അങ്ങനെ പാടുന്നുണ്ടല്ലോ അല്ലേ. ആ, ഇനിയിപ്പോൾ എന്താ വേണ്ടത് പറഞ്ഞോളൂ. അതായത് കുമ്മായി ഉപയോഗിക്കാം. പക്ഷേ ടീച്ചറുടെ കുമ്മായി ഉപയോഗിക്കൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഡ്രൈ ആയി നിൽക്കുന്ന അവസരത്ത് ഉണങ്ങിയ സമയത്താണ് ഞങ്ങൾ കുമ്മായിടുക. കാരണം ഉണങ്ങിയ സമയത്ത് കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ജീവാണുക്കളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു കുമ്മായി ഇട്ടു, ഒന്ന് കൂട്ടിക്കുഴച്ചാട് വെച്ചു, മഴ പെയ്തു, മഴ പെയ്യുമ്പോഴേക്കും ആ കുമ്മായത്തിൻ്റെ ആ വീര്യം കുറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലല്ലേ? അപ്പോൾ മഴ പെയ്തപ്പം വെള്ളം വന്നപ്പം പിന്നെ പ്രാണികൾ വരാൻ തുടങ്ങി. അപ്പോഴേക്കും കുമ്മായത്തിൻ്റെ ആ ശക്തി കുറഞ്ഞിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ നേരിട്ട് നമ്മളിപ്പോൾ ഇതിൽ കുമ്മായി ഇട്ടെന്നിരിക്കട്ടെ, ഇതിൽ പ്രാണികളുണ്ടാവും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം നമ്മൾ കുമ്മായം, ചുണ്ണാമ്പ് അല്ലേ, അതെടുത്ത് കണ്ണിൽ പുരട്ടിയാൽ എങ്ങനെയുണ്ടാവും? അത് തന്നെ ആയിരിക്കും പ്രാണികൾക്കും സംഭവിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സമയത്ത് കുമ്മായി ഇടരുത് എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മളെല്ലാ ജീവജാലങ്ങൾക്കും അത് കണ്ണിന് ദോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. പിന്നെന്താ, നമ്മുടെ അനുഭവങ്ങളാണ് കേട്ടോ, അനുഭവ പാഠങ്ങളാണ് ഇതൊക്കെ, അല്ലാണ്ട് ഞാൻ പഠിച്ചതല്ല. ഞാൻ പറഞ്ഞ 5ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ എനിക്ക്. 68 എനിക്കൊരു ജോലി കിട്ടിയതാണ്. ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു, എന്നിട്ട് കൃഷിയിൽ നിൽക്കുകയാണ്. ഓ, മണ്ണ് വരുമ്പോൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഓ, മണ്ണൊക്കെ നമുക്ക് തിരിച്ചറിയാം. കാരണം ഇപ്പോൾ ഇതന്നെ ഇപ്പോൾ നല്ല മണ്ണാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം പക്ഷേ ഇത് അടിവളം ഇട്ട് കൊടുക്കണം. അടിവളം എന്ന് പറഞ്ഞാൽ ചപ്പുകൾ വേണം. കാരണം ഇതിൽ വല്ലാണ്ട് സെറ്റായി പോകും മണ്ണ് അല്ലേ, വല്ലാണ്ട് സെറ്റാവുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് സെറ്റാവാതിരിക്കാൻ ചപ്പുകൾ കൊഞ്ച് പോലെ ഇതിട്ടിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാലും മണ്ണിൻ്റെ വേരുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ചപ്പിട്ട് കൊടുക്കണം കേട്ടോ, മരത്തിൻ്റെ ചപ്പുകളൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ മണ്ണ് നന്നായിക്കോളും. പിന്നെ അല്ല, അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ 60 തരം നെൽവിത്തുകൾ സംരക്ഷിക്കുന്നു പറഞ്ഞില്ലേ. 164 പഴക്കമുള്ള വീടും പിന്നെ അതുപോലെ തന്നെ 60 തരം നെൽവിത്തുകൾ സംരക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയെന്നറിയോ? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? പുതുതലമുറ. ആരാ പുതുതലമുറ? ഞങ്ങൾ. അപ്പോൾ ആ വിത്തുകൾ ആരാ സംരക്ഷിക്കേണ്ടത്? ഞങ്ങളെന്ന് പറയുമോ? ആ, ഞങ്ങൾ ആ വിത്തിനെ സംരക്ഷിക്കണം. രാമേട്ടൻ്റെ കാലശേഷം ഞങ്ങളാണ് ആ വിത്ത് ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്തോളാം. അല്ല, ചളിക്കളത്തിൽ കളിക്കുന്ന ബാലപാഠം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കുട്ടികളെ നമ്മളിപ്പോൾ കുറച്ച് നാളിൽ തന്നെ LKG UKG അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ വിടുന്നത്. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്
ഒരു 8 വയസ്സ് പ്രായമാകുന്നത് വരെ കുട്ടികളെ നമ്മളിങ്ങനെ ചെളിയിലും മണ്ണിലും കളിക്കാൻ വിടണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് മതി, പിന്നെ നമുക്ക് പഠനം അവിടെ വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ 8 വയസ്സ് വരെ നമ്മൾ കുട്ടികൾ ഇങ്ങനെയുള്ള ചെളികളിലൊക്കെ ഇറക്കി അവിടെ കൃഷിപ്പാടം കാണിക്കും, നമ്മുടെ പറമ്പും പാടമൊക്കെ അവരെ കാണിച്ച് കൊച്ചുനാളിൽ തന്നെ നമ്മളിവരെ വളർത്തിയില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറുപ്പനാളിൽ തന്നെ ഇവരെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പിന്നെ ഇറങ്ങാനും അവരെ പ്രേരിപ്പിക്കാനും നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. എന്ത് ഞാറ് നട്ടുന്നത്? അതപ്പോൾ ഹൈബ്രിഡ് വിത്താണ് ഇപ്പം നട്ടിട്ടുള്ളത്, പൈതൃക വിത്തല്ല, ഹൈബ്രിഡ് വിത്താണ് ഇപ്പം അവർ നട്ടിട്ടുള്ളത്. അത് കുട്ടികൾക്കൊരു പരിശീലനത്തിന് വേണ്ടി നട്ടതാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇത് മുഴുമിക്കോ, ആരെ മുഴുമിക്കോ, അത് ചിലപ്പോൾ അവർ മുഴുമിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ അത് അവർക്ക് കൊടുത്ത ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ് നമുക്ക് മുഴുവനും അത് അങ്ങനെ വിജയിക്കോളുന്നില്ല. അവർ കൊച്ചുനാളത്തിൽ നമ്മളത് ട്രെയിനിങ് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവന്ന് ചെളിയിലും വെള്ളത്തിലും കാലാവസ്ഥയിൽ അവരെ ലയിപ്പിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാണ് ആ ഉദ്ദേശം കൊണ്ട് ഈ ചെളിക്കളം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ പറയാം, അതായത് നമ്മളിപ്പം സർക്കാരാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. കാരണം സർക്കാർ കൃഷി നയം സർക്കാരിൻ്റെതാണ്, നമുക്കല്ല. കാരണം ഒരു കൃഷി ധാന്യങ്ങൾ അത് എത്ര വിലയ്ക്ക് വിൽക്കണം, എങ്ങനെ വിൽക്കണം, അത് എവിടെ വിൽക്കണം എന്ന് പറയേണ്ടതും ചെയ്യേണ്ടതും അവരാണ്, നമ്മളല്ല. കാരണം മാർക്കറ്റ് ഉണ്ടാക്കേണ്ടത് അവരാണ്. കാരണം ഇന്ന് കൃഷിക്കാരൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. അപ്പോൾ ആ വില എങ്ങനെ ഉണ്ടാവണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, നമ്മളല്ല. മാത്രമല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏത് ഉൽപ്പന്നമാണെങ്കിലും ഒരു 2-3 വർഷത്തേക്ക് അതിന് ന്യായമായ വില നിശ്ചയിച്ച് നിലനിർത്തുക. അപ്പം അങ്ങനെ വരുമ്പോൾ കർഷകന് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ഒരു 3 വർഷത്തേക്ക് ഏത് ഉൽപ്പന്നമായിക്കോട്ടെ, ഒരു 3 വർഷത്തേക്ക് ഒരു സ്റ്റഡി വില, നഷ്ടമില്ലാത്ത തരത്തിൽ ആ വിലയെ നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും കൃഷിക്കാർക്ക് ആ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് തോന്നുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും നയമാണ്. ആ നയമാണ്, കാർഷിക നയമാണ് അവർ വേണ്ടത്. അല്ലാതെ എവിടെ നിന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാനന്തവാടി.